ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് യെസ്, എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മടി പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കാത്തതെന്ന്. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ കുറച്ചധികം കാര്യങ്ങളുടെ പുറകെയായിരുന്നു. ആൻഡ് എനിക്ക് അത് നിങ്ങളെ തെളിയിക്കേണ്ട അല്ലെങ്കിൽ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. സോ ഐ തോട്ട് ഐ ഡു എ റാൻഡം വീഡിയോ ടുഡേ. ആക്ച്വലി റാൻഡം വീഡിയോ അല്ല, ഇറ്റ്സ് വെരി റിലേറ്റബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു, ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് സെൽഫ് ഹാം. സെൽഫ് ഹാം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നമ്മുടെ ശരീരം നോവിപ്പിക്കുന്ന ഒരു പരിപാടി. ആൻഡ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയാണ്. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ യു ആർ സമൺ ഹൂ തിങ്സ് ഓഫ് ഹേർട്ടിങ് യുവർ സെൽഫ്. അതായത് ജീവിതത്തിൽ എന്ത് ചെറിയ പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായിട്ട് നോവിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നോവിപ്പിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു ഗൈസ്. അപ്പം നമുക്ക് തുടങ്ങാം. ലെറ്റ് മീ ഗസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിട്ടായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ ചെയ്യുന്നവർ വളരെ കുറവാണ്. ലൈക്ക് ഇറ്റ്സ് 20% സംതിങ്. പക്ഷേ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാൻ തോന്നുന്നത്, അല്ലേ? അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വഴക്ക് വന്നാലും ഫോർ എവറി ഫൈറ്റ് നിങ്ങൾക്ക് എന്നാൽ തോന്നും, ഓക്കെ എന്നാൽ പോയി ബ്ലേഡ് എടുത്ത് ചെയ്തേക്കാം, 2 വര വരച്ചേക്കാം, വേദനിപ്പിച്ചേക്കാം എന്ന് തോന്നുന്നതല്ലേ, അല്ലേ? സോ നിങ്ങളോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, യു ഡു ഇറ്റ് ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളെ അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ആൻഡ് ഇപ്പം നിങ്ങളെ നോവിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇമാജിൻ, നിങ്ങൾ ചെയ്തത് നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ്. ആ ആളുടെ കൈ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തന്നിട്ട് മുറിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്ക് അവരെ അത്ര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അവരെ നോവിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ നോവിപ്പിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളെ അത്ര ഇഷ്ടമല്ല എന്നല്ലേ? സോ യു ഡോണ്ട് ലവ് യുവർ സെൽഫ് ബട്ട് യു ലവ് ദം. ആൻഡ് അവർ കാരണം വിഷമിച്ചിട്ട് നിങ്ങൾക്ക് അവരെ നോവിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളെ നോവിപ്പിക്കാം. സച്ച് ആൻ ഐറണി അല്ലേ? യു ഹേർട്ട് യുവർ സെൽഫ് ബിക്കോസ് യു ഡോണ്ട് ലവ് യുവർ സെൽഫ് ഇനഫ്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം, ലൈക്ക് ഞാൻ അതർ റീസൺ പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് അത്രയും ഇമോഷണൽ പെയിൻ വന്നിട്ട്, അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീം ആങ്കർ, സ്ട്രെസ് ആൻഡ് സാഡ്നെസ് നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. നിങ്ങൾക്കത് ചെയ്താൽ തോന്നും, ഓക്കെ ഞാൻ എൻ്റെ കുറച്ച് നേരത്തേക്കുള്ള ഇമോഷണൽ പെയിൻ ഞാൻ റിലീഫ് ചെയ്യാൻ പോവാണ്, എനിക്കിതിൽ നിന്ന് വേറെ വഴിയില്ല എന്ന് തോന്നിയിട്ടായിരിക്കും നിങ്ങളിത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് മൈ ഗൈ ഫ്രണ്ട്സ്, ഇഷ്ടം പോലെ ആൺപിള്ളേർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കോളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഉടനെ ഫ്രണ്ടിലുള്ള ഡോറോ അല്ലെങ്കിൽ മതിലോ ഇടിച്ചു പൊളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മസ്കുലിനിറ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്ന് ഞാൻ അതിന് പറയത്തുള്ളൂ. അത്രയും ദേഷ്യം വരുമ്പം എന്തെങ്കിലും സാധനം ഇടിച്ച് പൊട്ടിക്കണം. ഇടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ കൈ തന്നെ വേദനിക്കും, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ആൻഡ് നൗ ടു ദ മെയിൻ പാർട്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ റോ ആൻഡ് റിയൽ ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാറ്. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഐ ഡോണ്ട് ഫിൽറ്റർ എനിത്തിങ്. സോ ഞാൻ സംസാരിക്കുന്ന വാക്ക് തെറ്റിപ്പോവാണെങ്കിൽ പോലും ഞാൻ അത് തിരുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഐ ഡോണ്ട് റീടേക്ക് വീഡിയോസ്. അപ്പം ഫോർ ദ റിയൽ സൈഡ് ഞാനിത് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ വളരെയധികം യോഗ്യതയുണ്ടെന്ന്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് ഡൺ 2 ടൈപ്സ്. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ളത്, റീസെൻറ്റ് മീൻസ് ലേറ്റസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് വെരി സൈക്കോട്ടിക് സ്റ്റഫാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് എനിക്കിത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ബിക്കോസ് ഐ ഹാവ് ഓവർകം ദാറ്റ് ഫേസ്. ഞാൻ ആ ഫേസ് ഓവർകം ചെയ്തു. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാരണമാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മീൻസ് ഞാൻ നിക്കാഹ് കഴിച്ച ആളായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എപ്പോൾ എനിക്ക് വിഷമം വന്നാലും, എപ്പോൾ വെനെവർ ഐ ഗെറ്റ് ഹേർട്ട്, നമുക്ക് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ബോഡിയാ, നമുക്ക് നമ്മുടെ ദേഹം തളരുന്ന പോലെ ഒരു സംഭവം വരും. ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇമോഷണൽ ഡിസ്ട്രെസ്. ആൻഡ് നമുക്ക് ഒരു എന്താ, എനിക്കതിനെ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ബട്ട് എവറിബഡി ഹൂ ഗോസ് ത്രൂ പെയിൻ, നമുക്ക് നമ്മുടെ ബോഡി തളരുന്ന പോലെ തോന്നും. ആൻഡ് ഐ കാൺട്ട് ഗീവ് അപ്പ്. ലൈക്ക് എനിക്ക് എൻ്റെ മേല് തളരുന്ന ആ ഒരു അവസ്ഥ, എനിക്ക് ഇങ്ങനെ തളർന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഞാൻ നേരെ ബാത്റൂം പോയിട്ട് ഞാൻ എൻ്റെ മേത്ത് പൊള്ളുന്ന ചൂട് വെള്ളം ഞാൻ എൻ്റെ മേത്തൊഴിച്ച് ഞാൻ ആ വേദന അങ്ങ് മാറ്റും. ഐ നോ ദിസ് ഫീൽസ് വെരി വിയേർഡ്, പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ആൻഡ് ഐ യൂസ് ടു ഡൂ ഇറ്റ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, ലോങ് ടൈം എന്ന് വെച്ചാൽ കുറേ നാളത്തേക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഓടി ബാത്റൂം കയറിയിട്ട് ഞാൻ ഈ ചൂട് വെള്ളം
എൻ്റെ ദേഹത്തൊഴിച്ച് മേലൊക്കെ ഇങ്ങനെ ചുമന്ന് വരും. ആൻഡ് ഐ സ്റ്റിൽ ഹാവ് മാർക്സ് ഓഫ് ഇറ്റ് ഇൻ മൈ ബോഡി. ലൈക്ക് പൊള്ളേൻ്റെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട്. ആൻഡ് വിത്ത് ടൈം കുറച്ച് സമയമെടുത്ത് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഇപ്പോൾ കാര്യം, എന്താണ് ഗുണം, ദർ ഇസ് നോ ഗെയിൻ. അതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടില്ല. ആൻഡ് ആ ടൈമിൽ എനിക്ക് എന്നെന്ന് പറയുന്ന ആസ് എ പേഴ്സൺ എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ദർ വാസ് നോ സെൽഫ് ലവ് വിത്തിൻ മീ. സെൽഫ് ലവ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഇത് ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റത്തില്ല, അതാണ് വേറെ കാര്യം. അപ്പം ഞാൻ എന്നെ തന്നെ ആ റിലേഷനിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്ത് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് ജസ്റ്റ് ഫെയ്ഡഡ്. ഓക്കെ. ആൻഡ് ഇത് ഫുള്ളി എപ്പോഴാണ് നിന്നതെന്ന് ചോദിച്ചാൽ ഐ വിൽ ടെൽ യു ആൻ ഇൻസിഡൻറ്റ്. ഓക്കെ, ഐ വിൽ ടെൽ യു എ സ്റ്റോറി. ഞാനപ്പം ഐ ഹാഡ് ദിസ് ഫ്രണ്ട്. അപ്പം അവൾക്ക് ഒരു റിലേഷനുണ്ട്. സോ ഇവരെപ്പോൾ വഴക്കുണ്ടാക്കിയാലും ഷീ യൂസ് ടു ടെൽ മീ ഷീ യൂസ് ടു ഡൂ ദിസ്. അപ്പം ഞാൻ പറയും ഞാനും ചെയ്യാറുണ്ട്. എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന പോലെ, ലൈക്ക് എ പ്രൗഡ് മൂമെൻറ്റ് പോലെ നമ്മളിരുന്ന് സംസാരിക്കുന്നത്. സോ വൺ ഡേ ഞാൻ അവളുടെ ഫ്ലാറ്റിൽ പോയപ്പോഴത്തേക്കും ഐ സോ ഹർ ഡൂയിങ് ദിസ്. നമ്മളിങ്ങനെ ലൈവായിട്ട് കാണത്തില്ലേ. സോ ഞാനിങ്ങനെ റൂം തുറക്കുന്നു. ആൻഡ് ദർ ഇസ് ദിസ് ഹാള് കഴിഞ്ഞ് നേരെ ബാത്റൂമാണ്. അപ്പോൾ അവൾ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഷീ സിറ്റിംഗ് ദർ ഇൻ ദ ഫ്ലോർ. അവളുടെ കയ്യിൽ ഇങ്ങനെ ബ്ലേഡും ഉണ്ട്. എന്നിട്ട് അവൾ ഷീസ് ടോക്കിംഗ് ലൈക്ക് എ സൈക്കോട്ടിക് പേഴ്സൺ. എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ഓരോ പറ്റലിലും അവളിങ്ങനെ മുറിക്കുന്നുണ്ട്. ആൻഡ് യു നോ ഐ ഫെൽറ്റ് വെരി ഡിസ്ഗസ്റ്റഡ്. ആൻഡ് എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യം വന്നു ആ സമയത്ത്. ലൈക്ക് ഉയ്യോ, ഞാൻ ഈ സെയിം കാര്യമല്ലേ ചെയ്തത്. ഐ മീൻ ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ. ഞാൻ എൻ്റെ മേത്ത് വെള്ളം ഒഴിക്കുന്നു, അവൾ കൈ മുറിക്കുന്നു. അല്ലെങ്കിൽ ഷീസ് ഹേർട്ടിങ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഹർ ബോഡി. രണ്ടാണേലും ഇറ്റ്സ് സെയിം. ഇറ്റ്സ് ലൈക്ക് ഹേർട്ടിങ് യുവർ സെൽഫ്. നമ്മളെ വേദനിപ്പിക്കുകയാണല്ലോ എന്നൊരു പോയിന്റ് എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് നോ, ഐ വോണ്ട് ഡൂ ദിസ് എനിമോർ. ഞാൻ ഇനി ഒരിക്കലും ഈ ഒരു പ്രക്രിയയിലോട്ട് നിൽക്കത്തില്ല. ബിക്കോസ് നമ്മളിത് ചെയ്യുമ്പം യു വിൽ ഫീൽ യു ഗെറ്റ് ടെമ്പററി റിലീഫ്. കാരണം ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ആശ്വാസം തോന്നും. പക്ഷേ അതിൽ ഒരിതുണ്ട്, ഇറ്റ്സ് ടെമ്പററി അല്ലേ. ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. ഇറ്റ്സ് റിപ്പീറ്റിംഗ് യുവർ സെൽഫ്. ഇറ്റ്സ് ലൈക്ക് റിപ്പീറ്റിംഗ്. പെയിൻ വരും, അപ്പോൾ ഇത് ചെയ്യും, കുറച്ച് നേരത്തേക്ക് പെയിൻ പോവും, പിന്നെ ഇത് വരും, അങ്ങനെയല്ലേ. ബട്ട് ഇത് ആക്ച്വലി നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ബിക്കോസ് ടു ബി ഹോണസ്റ്റ് ദർ ഇസ് നോ റിലീഫ് ബൈ ഡൂയിങ് ദിസ്. ഒരു കംപ്ലീറ്റ് റിലീഫ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനില്ല. നിങ്ങളത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇത് ചെയ്താൽ എനിക്ക് സമാധാനം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം കിട്ടുമെന്ന്. ലൈക്ക് സെയിം ലൈക്ക് ആൽക്കഹോളിക് പീപ്പിൾ. അതായത് ഇപ്പം ഒരു കള്ളുകൂടിയൻ അല്ലെങ്കിൽ ഒരു കള്ളു കുടിക്കുന്ന ആൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഉടനെ പറയുന്ന എന്നാൽ കുറച്ച് വെള്ളം അടിക്കാം, വെള്ളം അടിച്ചാൽ പ്രശ്നം മാറുമല്ലോ എന്ന്. പക്ഷെ വെള്ളം അടിക്കും, ഓക്കെ, വെള്ളം അടിച്ചു, കുറച്ച് നേരം ബോധമില്ലാണ്ട് കിടന്ന് പിറ്റേന്ന് ബോധം വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം അടിച്ചത്, ആ പ്രശ്നം അവിടെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, ആ പ്രശ്നം മായുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ ഗോ ഇൻ ടു ഡ്രഗ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരത്തേക്കും യു ഫീൽ ലൈക്ക് ഓക്കെ, ആ പ്രശ്നം നമുക്ക് നമ്പായിട്ട് തോന്നും. പക്ഷേ ഡ്രഗ്സിൽ നിന്ന് നമ്മൾ പുറത്ത് വരുമ്പോഴത്തേക്കും ദ പ്രശ്നം ഇസ് സ്റ്റിൽ ദെയർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഗോയിങ്. അങ്ങനെയാണ് ആൾക്കാർ അഡിക്റ്റഡ് ആവുന്നത് എന്ന് ഐ ഫീൽ. സോ ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കത് ചെയ്യാൻ തോന്നുമ്പോഴത്തേക്കും ലൈക്ക് വെൻ യു ഫീൽ ലൈക്ക് യു വോണ്ട് ടു ഡൂ ഓർ ഹേർട്ട് യുവർ സെൽഫ്, യു ഹാവ് ടു ഡൂ ലൈക്ക് എ കാമർ ആക്ടിവിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ദേഷ്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് എക്സ്ട്രീം ആങ്കർ വന്നിട്ടാണ് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ, യു ഹാവ് ടു തിങ്ക് ഓഫ് എ കാമിങ് ആക്ടിവിറ്റി. അതായത് കോൾ ഓർ ടെക്സ്റ്റ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അതായത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന ഒരാളെ നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക. ആൻഡ് അതും ഓക്കെ, ഇനി നിങ്ങൾക്ക് ആരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദേഷ്യം കൂടും എന്നാണെങ്കിൽ ലൈക്ക് നിങ്ങളൊരു തലേണ അല്ലെങ്കിൽ ഒരു പില്ലോ എടുത്ത് ഇടിക്കുക, അല്ലെങ്കിൽ ഒരു റബ്ബർ ബോൾ പിടിച്ച് ഞെക്കുക, അല്ലെങ്കിൽ യു ക്യാൻ പ്ലേ ലൗഡ് മ്യൂസിക്. ഭയങ്കര ഉറക്ക പാട്ട് വെച്ചിട്ട് കിടന്ന് തുള്ളുക, ഡാൻസ് കളിക്കുക. ഓർ മേ ബി ഒരു പേപ്പർ എടുത്ത് കീറുക, ലൈക്ക് എ ന്യൂസ് പേപ്പർ ഓർ ബുക്ക് ദാറ്റ് യു നോ ലോങ്ങർ നീഡ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ ദേഷ്യം വന്നത് അത് നിങ്ങൾ എഴുതിയിട്ട് ആ പേപ്പർ പിടിച്ച് ചുരുട്ടുക. ദിസ് ആർ ഓൾ റെമഡീസ്. നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും, ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഫീൽ റിലീഫ്. ഇനി ഇത് ദേഷ്യം കൊണ്ട് വരുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ വിഷമം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, യു ആർ എക്സ്ട്രീംലി പെയിനിലാണെങ്കിൽ, നേരെ നല്ലൊരു പുതപ്പെടുത്ത് വിരിക്കുക, കിടന്നുറങ്ങാൻ നോക്കുക. ലിസൺ ടു സൂത്തിങ് മ്യൂസിക്, വെരി റിലാക്സിങ് ആയിട്ടുള്ള പാട്ട് കേൾക്കാൻ നോക്കുക. അതല്ല, നിങ്ങൾക്ക് വാക്കിന് പോകാൻ പറ്റുമെങ്കിൽ ഗോ ഫോർ എ വാക്ക്. ആൻഡ് കൂടെ ഒരാളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി കൂടെ ആളെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, ഐ ഗെറ്റ് ഇറ്റ്. പക്ഷേ നിങ്ങൾ നടക്കാൻ പോവുക ആൻഡ് തിങ്ക് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. പിന്നെ
ജേർണലിങ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ലൈക്ക് ഐ എം എ വെരി ജേർണൽ പേഴ്സൺ. എൻ്റെ ഡയറി എൻ്റെ ഡയറി ഇവിടെ എവിടെയോ ഉണ്ട്. അയ്യാ, ദിസ് ഈസ് മൈ ഡയറി. ഓക്കെ, ഞാൻ കഴിഞ്ഞ വട്ടം ഈ ഡയറി കാണിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, ഐ റൈറ്റ് എ ലോട്ട് ഓഫ് സ്റ്റഫ് ഇൻ മൈ ഡയറി. സോ ഡയറി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, എനിക്കിപ്പോഴാണേലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ ഉടനെ ജേർണലിൽ പോയിട്ട് ഞാൻ എൻ്റെ വിഷമം എഴുതി വയ്ക്കുന്ന ആളാണ്. ആൻഡ് എനിക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കൽ കേട്ടിട്ടുള്ളത് കരയുന്ന വീഡിയോ ഇട്ടേനാണ്. സോ ഐ വുഡ് സേ സംതിങ് വെരി റിയൽ. ഞാൻ എപ്പോഴൊക്കെ വിഷമം വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ക്യാമറ ഓണാക്കി റെക്കോർഡ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ വുഡ് സേ സെൽഫ് ഹാം ചെയ്യാൻ തോന്നുന്ന എല്ലാവരും ഇത് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഡേ 1 ആണെങ്കിൽ ഡേ 1 യു ഫീൽ എ ലോട്ട് ഓഫ് പെയിൻ. ഒരു ഡേ 30 ആകുമ്പോൾ നമ്മൾ ഇമോഷണൽ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ സീ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ യുവർ ഫേസ് ആൻഡ് യുവർ ആ ടെക്സ്ചർ നമുക്ക് മാറുന്നത് മനസ്സിലാവും. ലൈക്ക് ദ പെയിൻ കുറയുന്നത്, ഡിക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ജേണിയിൽ കാണാൻ പറ്റും. ഓക്കെ, ഐ എം വെരി ഹോണസ്റ്റ് ഹിയർ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നിലും ഒരു ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഓർ യു ക്യാൻ ടോക്ക് ഇൻ എ വീഡിയോ. ഞാൻ അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോ എൻ്റെ ഗാലറിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്, വേർ ഐ ടോക്ക് അബൌട്ട് തിങ്സ് ഐ ക്യാൻ നെവർ പോസ്റ്റ് ഓർ ടെൽ ടു അതർ പീപ്പിൾ. സോ അങ്ങനെ വേറെ വഴിയുണ്ട്. പിന്നെ അടുത്ത വഴി, മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്ന വഴിയാണ് കിടന്ന് കരയുക. പട്ടി മൂങ്ങുന്ന പോലെ കരഞ്ഞിട്ട് കിടന്നുറങ്ങുക. നമുക്ക് തലവേദന എടുത്തിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തുവാണെങ്കിൽ യു ആർ ഡൺ, യു ആർ റിലീവ്ഡ്. നിങ്ങൾക്ക് കിടന്നുറങ്ങി എണീക്കുമ്പോഴത്തേക്കും കുറച്ച് ആശ്വാസം കിട്ടും. സോ അല്ല എന്നാണെങ്കിൽ കോൾ സമ്മൺ ദാറ്റ് യു റിയലി കെയർ അബൌട്ട്. അതായത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ വിളിച്ച് സംസാരിക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഐ ഹാവ് വെരി ഫ്യൂ പീപ്പിൾ ഇൻ മൈ ലൈഫ് ലൈക്ക് ദാറ്റ് റൈറ്റ് നൗ. ഞാൻ അവരെ വിളിച്ചാണ് സംസാരിക്കാറ്. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, ഇതിനേക്കാളും ഒക്കെ രൂക്ഷമായ ഇതാണെങ്കിൽ യു റിയലി നീഡ് എ ഹെൽപ്പ് ലൈൻ. നിങ്ങൾ അത്യാവശ്യമായിട്ട് തെറാപ്പി അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ആശ്വാസം തേടേണ്ടതാണ്. പക്ഷെ അത്രയും വേണം എന്നെനിക്ക് തോന്നുന്നില്ല. അതിനു മുന്നേ ഞാൻ ഈ പറഞ്ഞ റെമഡീസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ആശ്വാസം കിട്ടുന്നതാണ്. ആൻഡ് ദെൻ ഇഫ് യു നോ റിലാക്സേഷൻ എക്സസൈസസ് ലൈക്ക് യോഗ, മെഡിറ്റേഷൻ ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഡൂ ഇറ്റ്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഐ മേക്ക് എ വാം ഡ്രിങ്ക്. അതായത് എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ അപ്പം ചായ കുടിക്കുന്ന ഒരാളാണ്. സോ നമുക്കൊരു നല്ല ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമൊക്കെ അല്ലേ ഉള്ളൂ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ ചായ, കോഫി ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡൂ ഇറ്റ്. ആൻഡ് യാ, ദെൻ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അല്ലെങ്കിൽ എഴുതാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വാട്ട് എവർ യു ഫീൽ അറ്റ് ദാറ്റ് മൂമെൻറ്റ് നിങ്ങൾ വരച്ച് തീർക്കുക അല്ലെങ്കിൽ എഴുതി തീർക്കുക. ലൈക്ക് അപ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോയംസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ വാട്ട് എവർ യു ഫീൽ റൈറ്റ് നൗ അത് നിങ്ങൾ എഴുതുമ്പോൾ, ബിക്കോസ് ഐ ഹാവ് ഹേർഡ് ഈ പാട്ട് പാടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പാട്ട് പാടാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു സങ്കടം വരുമ്പോഴാണ്. ലൈക്ക് വെൻ ദ ഹാർട്ട് ഈസ് ബ്രോക്കൺ നമുക്ക് അടിപൊളിയായിട്ട് പാട്ട് പാടാനോ, നമുക്ക് ഏറ്റവും കഴിവ് നമ്മുടെ പുറത്ത് വരുന്നത് നമുക്ക് വിഷമം വരുമ്പോഴാണ്. ബിക്കോസ് അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുമ്പോഴാണ് ഞാനിരുന്ന് സംസാരിക്കാറ്. ലൈക്ക് ഐ ഡൂ മൈ ഓൺ വോയിസ് വീഡിയോസ്. അപ്പോഴാണ് ആ വീഡിയോയ്ക്കൊരു നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഭവമുണ്ട്. ബിക്കോസ് ദർ ഈസ് നത്തിങ് സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ ഒന്നും നമ്മൾ പഠിച്ച് പറയുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നൊരു സംഭവമാണ്. അത് നമുക്ക് വിഷമം വരുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ യാ, ഇനി ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം വേറെ ഒരു ലെവലുണ്ട്. അതായത് നമ്മുടെ ബോഡി ഡിസ്കണക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്പായിട്ട് അനങ്ങാത്ത പോലെ നമുക്ക് ബോഡി ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യു ഹാവ് ടു സ്മെൽ സംതിങ്. ഓക്കെ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം സ്മെല്ല് ചെയ്യുക. കോഫി, സംതിങ് സ്ട്രോങ്. ഓക്കെ, നമുക്ക് നമ്മുടെ ബോഡി തിരിച്ച് കോൺഷ്യസ്നെസ്സിലോട്ട് കൊണ്ടുവരണം. ദാറ്റ് ഈസ് വൈ ഐ എം ടെലിങ് യു. അല്ലെങ്കിൽ കോൾഡ് വാട്ടർ, ഐസ് വാട്ടർ വെച്ചിട്ട് മുഖം കഴുകുക. ആൻഡ് ദെൻ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക, കുറച്ച് കാറ്റ് ഭയങ്കരമായിട്ട് കൊള്ളണം. നിങ്ങൾ കാറ്റ് അത്യാവശ്യമായിട്ട് കൊള്ളേണ്ട ആൾക്കാരാണ് നമ്പായിട്ട് ഫീൽ ചെയ്യുന്നവർ. ആൻഡ് ദെൻ ഹോൾഡ് ഒബ്ജക്ട്സ് വിത്ത് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ലൈക്ക് സ്മൂത്തായിട്ടുള്ള, ഹാർഡായിട്ടുള്ള, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ പിടിച്ച് നോക്കുക. ആൻഡ് യു ഹാവ് ടു ഫീൽ സെൻസേഷൻസ്. നിങ്ങൾക്ക് അത് തൊടുമ്പോഴത്തേക്കും സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതൊരു വഴിയാണ്. പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ നോവിക്കാൻ തോന്നുന്നത്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തെ പിടിച്ച് ഞെക്കാനാണ് തോന്നുന്നതെങ്കിൽ ട്രൈ മസാജിങ് ദാറ്റ് ഏരിയ. ഓക്കെ, ആ ഏരിയ നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് നോക്കുക. ആൻഡ് യു വിൽ ഫീൽ ലൈക്ക് ഇവിടെ നോവിപ്പിക്കണോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. യാ, ദാറ്റ് ഈസ് എ പ്രാക്ടീസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ തോട്ട് വരുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാണ്ടിരിക്കുക. ഒറ്റയ്ക്കിരിക്കുന്നത് ഈസ് റിയലി ഹാംഫുൾ. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ചുറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫാമിലി, ബെസ്റ്റ് ഫ്രണ്ട്, പാർട്ട്ണർ, എനിബഡി യു റിയലി ലൈക്ക്, അവരുടെ കൂടെ ഇരിക്കാൻ നോക്കുക. ആൻഡ് ദെൻ ദർ ഈസ് അനദർ ഓപ്ഷൻ, ഡിലേയിങ് സെൽഫ് ഹാം. അതായത് നിങ്ങളെ എന്തായാലും നിങ്ങൾ നോവിപ്പിക്കാൻ പോകാൻ നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾക്ക് ആ ഒരു
ആ ഒരു മൊമെൻറ്റ് കുറച്ച് ലാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കുറയും, മനസ്സിലായോ? നിങ്ങൾക്ക് അത് ചെയ്യാനുള്ളൊരു മൈൻഡ് പോകും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോ എടുക്കാതിരിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ലാഗ് വരുമോ, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോൾ വന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നെങ്കിൽ എനിക്ക് ഈ വീഡിയോ എടുക്കാനുള്ള മൂഡ് ചിലപ്പോൾ പോയെന്ന് വരും. മോസ്റ്റ്ലി ഞാൻ അങ്ങനെ ഇഷ്ടംപോലെ വട്ടം എനിക്കത് പോയിട്ടുണ്ട്. സോ വെനെവർ യു ഫീൽ എന്തായാലും നിങ്ങൾക്ക് ചെയ്തേ പറ്റുവാണെങ്കിൽ ട്രൈ ഡിസ്ട്രാക്റ്റിങ്. ലൈക്ക് ഒരു 10 to 15 minutes നിങ്ങളത് പിടിച്ചു വയ്ക്കുക. പിടിച്ചു വെച്ചിട്ട് യു കുഡ് സെറ്റ് യുവർ സെൽഫ് ദ ഗോൾ. ഓക്കെ, 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ചെയ്യാം, എന്തായാലും ചെയ്യാം, 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് ആ ടൈമിൽ ഉപയോഗിക്കുക. ഐ നോ ദിസ് ഈസ് റിയലി ഹാർഡ്, ബട്ട് നിങ്ങൾക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ 2 മിനിറ്റൊക്കെ പിടിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ ദ ലോങ് റൺ നിങ്ങൾക്ക് കുറച്ചധികം നേരം പിടിച്ച് വയ്ക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ട്രസ്റ്റ് മീ, സ്ലോലി ആ ടൈം ഗ്യാപ്പ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഈച്ച് ടൈം യു സെൽഫ് ഹാം ആ ടൈം ഇൻക്രീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ വിക്ടറി. ആൻഡ് ഓൾസോ ഇനി ഇത് നിർത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ലൈക്ക് ഇപ്പം ഞാനിത് നിർത്തിയ ഒരാളാണ്. സോ നിർത്തിക്കഴിഞ്ഞ് ഇഫ് യു വോണ്ട് ടു ഡൂ ഇറ്റ് അഗെയിൻ, നിങ്ങൾക്കിത് പിന്നെയും ചെയ്യാനുള്ള ടെൻഡൻസി വന്നു. ഓക്കെ, ഇപ്പോൾ റിലേഷൻ നിർത്തി, ഇനി നമ്മൾ അടുത്ത റിലേഷനിൽ പോകുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്യാൻ ടെൻഡൻസി വരുവാണെങ്കിൽ, നിങ്ങൾ സെൽഫ് ഹാം ചെയ്യുന്നതിന് മുന്നേയും ചെയ്ത് കഴിഞ്ഞിട്ടും മൈക്കോട്ടെ തുമ്മാൻ വരുന്നത് എന്നെ പറ്റി ആരോ പ്രാകുന്നതെന്ന് തോന്നുന്നു. സോ സെൽഫ് ഹാം ചെയ്യുന്നതിന് മുന്നേയും ചെയ്ത് കഴിഞ്ഞിട്ടും ഉള്ള നിങ്ങളുടെ ഫീലിംഗ് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾ എന്തായാലും എഴുതണം. മേ ബി നിങ്ങളുടെ ഫോണിൽ നോട്ട്സ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുക. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനോവികാരം വളരെ മോശമായിരിക്കും. സോ ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഓൾറെഡി മനസ്സിൽ കണ്ടുപിടിച്ചിട്ട് വേണം ഈ പ്രക്രിയയിലോട്ട് പോകാൻ. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ട്രിഗേഴ്സ് ആൻഡ് ഏർജസ് മനസ്സിലാക്കണം. ലൈക്ക് വെനെവർ യു സെൽഫ് ഹാം, ബിഫോർ ആൻഡ് ആഫ്റ്ററിലുള്ള കാര്യമാണ്. ട്രിഗേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ തോന്നുന്നതെന്ന്, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ റീസൺ എന്തെങ്കിലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരാളോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഇവൻസിൻ്റെ നമ്മുടെ എന്തെങ്കിലും ഒരു ദിവസം. ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ട ദിവസം ഈ അടുത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇവൻറ്റ് നമുക്ക് ഓർമ്മ വരുമ്പോൾ ഉള്ള ടെൻഡൻസി ആണോ, സെൻസേഷനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ടോ, അങ്ങനെ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് ഉണ്ടാവും എന്തുകൊണ്ടാണ് എനിക്കിത് തോന്നുന്നതെന്ന്. സോ അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക ബിഫോർ യു സെൽഫ് ഹാം. ആൻഡ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നും നിങ്ങൾ എഴുതുക. ഓക്കെ, ലൈക്ക് എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്നത് ഇത് ചെയ്യുമ്പോഴത്തേക്കും. ലൈക്ക് വെൻ യു സെൽഫ് ഹാം, ഡിഡ് യു ഹാവ് എനി തോട്ട്, നിങ്ങൾ എന്തെങ്കിലും പറ്റി ആലോചിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കപ്പോൾ ഫീലിങ്സ് വന്നോ? ആൻഡ് സെക്കൻഡ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഒരാൾക്ക് വേണ്ടിയിട്ടാണോ, ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റൈറ്റ് ഇറ്റ് ഡൗൺ, പറയാൻ പറ്റുന്നില്ലാന്ന്. ആൻഡ് ഒരു ദിവസത്തിൻ്റെ ഏത് സമയത്താണ് നിങ്ങൾക്കത് തോന്നിയത്? വാട്ട് ടൈം ഓഫ് ദ ഡേ ഡിഡ് യു ഫീൽ സോ ട്രിഗേർഡ്? അത് ചിലപ്പം ഇത് നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയൊരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഫീലിംഗ് വരുന്നതെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ മാക്സിമം ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുക ആ ടൈമിൽ. സോ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എക്സ്പീരിയൻസ് നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും ഹൗ സ്ട്രോങ് വാസ് യുവർ ഫീലിങ്സ്, ലൈക്ക് എത്ര ശതമാനം നിങ്ങൾക്ക് ദേഷ്യമോ അല്ലെങ്കിൽ വിഷമോ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എഴുതുക. ആൻഡ് ഇത്രയൊക്കെ. പിന്നെ മെയിനായിട്ട് എഴുതാനുള്ളത് ഹൗ ഡിഡ് യു ഫീൽ ആഫ്റ്റർ യു സെൽഫ് ഹാംഡ്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഡു യു ഫീൽ ഓക്കെ, ഡു യു ഫീൽ റിലാക്സ്ഡ്, ഓർ ഡു യു ഫീൽ ഗിൽറ്റി? എന്താണ് തോന്നുന്നത് അത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ദിസ് ആർ ട്രിഗേഴ്സ്. ഇനി ഏർജസ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ക്രേവിങ് ടു ഡൂ സംതിങ്. നമ്മുടെ ബോഡിയിൽ സൈൻ വരും, അതായത് നമുക്ക് സെൽഫ് ഹാം ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് അത്ര ആഗ്രഹമുണ്ട്, സെൽഫ് ഹാം ചെയ്തേ എനിക്കിത് പറ്റത്തുള്ളൂ, വേറൊരു ഇതും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ദർ കം സൈൻസ് ഇൻ യുവർ ബോഡി. ലൈക്ക് എനിക്കങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ശ്വാസം മുട്ടും, ഐ ഡോണ്ട് ഗെറ്റ് ബ്രീത്ത്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ഐ ഫീൽ വെരി ഹെവി, ആൻഡ് ഹാർട്ട് ഇങ്ങനെ ടപ്പ് 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 എന്ന് പറഞ്ഞ് ഇടിക്കും. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അപ്പം നിങ്ങൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് എന്ത് സിംറ്റംസ് ആണോ ഉള്ളതെന്ന്. ലൈക്ക് യുവർ ഹാർട്ട് റേസസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെവി ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ഫീലിംഗ് ഓഫ് സാഡ്നെസ് ഓർ ആങ്കർ, ഭയങ്കര വിഷമം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നം ഫീലിംഗ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി നിങ്ങളെ മനസ്സിലാവുന്നില്ല, ഇറ്റ് ഫീൽസ് ഡിസ്കണക്റ്റഡ്, അല്ലെങ്കിൽ യു ഫീൽ അഡിക്റ്റഡ് ടു ഡ്രഗ്സ് ഓർ അതർ ആൽക്കഹോൾ സ്റ്റഫ്, അങ്ങനെയാണെങ്കിൽ അത് പറയുക. പിന്നെ അങ്ങനെയൊക്കെ തന്നെ. സോ യു ഹാവ് ടു റെക്കഗ്നൈസ് യുവർ ട്രിഗേഴ്സ് ആൻഡ് ഏർജസ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഇത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 കാര്യം നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ 2 കാര്യം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക.
സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബാക്കപ്പ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ബാക്കപ്പ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി പേഴ്സണൽ. ഓക്കെ, നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമോ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എ സപ്പോർട്ട് പ്ലാൻ വിച്ച് ഇസ് പേഴ്സണൽ. അതായത് എന്ത് ചെയ്താലാണ് ഈ ടെൻഡൻസി കുറയുക എന്നൊരു ബാക്കപ്പ് പ്ലാൻ നിങ്ങൾക്ക് എപ്പോഴും വേണം. ആൻഡ് ഇത് നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പം ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇറ്റ് ഫീൽസ് നമുക്ക് ചിരി വരുമായിരിക്കും. അത് ആ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ ഇതായിരിക്കും. ബട്ട് വാട്ട് എവർ മേക്സ് യു ഇത് ചെയ്യേണ്ട എന്ന് തോന്നുന്ന ഈവൻ ദ സ്ലൈറ്റസ്റ്റ് തിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ബാക്കപ്പ് പ്ലാൻ പോലെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. ലൈക്ക് സമ്മൺ യു ട്രസ്റ്റ്, ഒരു കോൺടാക്റ്റ്, ഒരു എമർജൻസി, ഫോണിൽ നമ്മൾ എമർജൻസി കോൺടാക്ട് എന്നൊക്കെ ഇടത്തില്ലേ, അതുപോലെ എമർജൻസി കോൺടാക്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു വെരി സേഫ് പ്ലേസ്. പിന്നെ ചുറ്റുമുള്ളിടത്തുനിന്ന് നമ്മൾ ഈ ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുക. ഇപ്പോൾ പെൺപിള്ളേരാണെങ്കിൽ റേസറൊക്കെ കുളിക്കാൻ കയറുമ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് കളയുക. സോ അത് കാണുമ്പോൾ നമുക്കൊരിക്കലും ടെൻഡൻസി വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി പ്രധാനമായിട്ടും നിങ്ങളൊരു സെൽഫ് കെയർ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് എനിക്കൊരു സെൽഫ് കെയർ ബോക്സ് ഉണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ തോന്നിയാൽ, എനിക്ക് എപ്പോഴെങ്കിലും വിഷമം വന്നാൽ ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കും ഇത് കാണുമ്പോഴത്തേക്കും എനിക്കത് ചെയ്യാൻ തോന്നരുത്. ഇപ്പോഴാണെങ്കിലും എനിക്ക് വിഷമം വരുമ്പോഴത്തേക്കും ഞാൻ ആ ബോക്സ് തുറന്ന് നോക്കും. സോ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോട്ടോഗ്രാഫ് ഓഫ് പീപ്പിൾ ഐ റിയലി ലൈക്ക്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ, അവർക്ക് എന്ത് തോന്നുന്നെങ്കിലും നമ്മുടെ തലയിലോട്ട് നമ്മൾ കയറ്റണം. സോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പിന്നെ ജേർണലിങ്, എഴുതുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് എഴുതാൻ തോന്നുന്ന ആ മൊമെൻറ്റിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് ക്ലേ, അതായത് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റിയ കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ അതുണ്ട്. സോ പിന്നെ പസിൽ ബുക്കുണ്ട്. സോൾവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോൾവ് ചെയ്യാനൊക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾ ആ സെൽഫ് കെയർ ബോക്സിലിടുക. പിന്നെ ഒരു ചെറിയൊരു ബ്ലാങ്കറ്റ് ഉണ്ട്. ഇറ്റ്സ് വെരി ഇങ്ങനെ വൂളൻ ടൈപ്പ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരു സെൻറ്റഡ് ക്യാൻഡിലുണ്ട്. ഇറ്റ് സ്മെൽസ് റിയലി നൈസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സംഭവം. പിന്നെ ഒരു ഓഡിയോ ബുക്കുണ്ട്. അതായത് അതിൽ നിന്ന് പാട്ട് കേൾക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടിൻ്റെ 2 വരി ഇതിലുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഐപാഡൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾ ആ ബോക്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾ കേൾക്കുക. ഏറ്റവും നല്ല ഓർമ്മ തന്നൊരു പാട്ട് നിങ്ങളതിൽ കേൾക്കുക. സോ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു നോട്ട് പാഡ് ആൻഡ് പെൻ, എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ബ്യൂട്ടിഫുൾ മെമ്മറി, നിങ്ങൾക്ക് ഏറ്റവും ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് എഴുതി അവിടെ പിൻ ചെയ്ത് വയ്ക്കുക. സോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും യു വിൽ ഒബ്വിയസ്ലി ഫീൽ, ഓ ഐ ആം വെരി ലവ്ഡ്, ഞാൻ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത് എൻ്റെ പേഴ്സണലൈസ്ഡ് ബോക്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്യാം. ആൻഡ് ടു എവ്രിബഡി ദാറ്റ് ഇസ് സ്ട്രഗിളിങ്, ആർക്കൊക്കെ ഇപ്പോൾ വിഷമമുണ്ടോ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ കൈ. എൻ്റെ കയ്യിൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഇവിടെ ഒരു 3-4 വരയുണ്ട്. ഞാൻ റീസെൻ്റായിട്ടാണ് ഞാൻ ഈ മെയിൽ പൊള്ളിക്കുന്ന സംഭവം ചെയ്തത്. ബട്ട് അതിന് മുന്നേ ഞാൻ കൈ മുറിക്കുമായിരുന്നു. അപ്പം ഈ കൈ മുറിച്ചിട്ട് ഞാനിത് ഹൈഡ് ചെയ്യാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ടാറ്റു അടിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഈ ടാറ്റു ഒരിക്കലും അടിക്കത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ടാറ്റു അടിച്ചേക്കുന്നത്. സോ ഞാൻ ഇതിനാണ് ഈ ഊത്ത ടാറ്റു ഇവിടെ അടിച്ചു വെച്ചേക്കുന്നത്. ബിക്കോസ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് കൈ മുറിച്ചേക്കുന്നത്. ആൻഡ് ഇത് പണ്ടെങ്ങാണ്ട് ഞാൻ ചെയ്തതാണ്. അതും റിലേഷൻ ഇഷ്യൂസ് തന്നെയാണ്. ആരോ എൻ്റെ അടുത്ത് പോയി ചാവെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ പോയി ചെയ്ത സംഭവമാണിത്. ഇപ്പം എനിക്കെന്നെ തല്ലാൻ തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ എന്തിനാണ് ഇത് ചെയ്തത്. ഇതെനിക്ക് കാണുമ്പോൾ ആ ഇവൻറ്റ് എനിക്ക് ഓർമ്മ വരിക. ഇറ്റ് മേക്സ് മീ ലൈക്ക് ഐ ഫീൽ വെരി ഡിസ്ഗസ്റ്റഡ്. എനിക്ക് ആ സംഭവം ഓർമ്മ വരുന്നതുകൊണ്ട് ഐ ഫീൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ, നമുക്കിങ്ങനെ നമ്മളെ നോയിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. മനസ്സിലായോ? എനിക്ക് എൻ്റെ കൈ എപ്പോൾ നോക്കിയാലും ഞാൻ ആലോചിക്കും, ഡിഡ് ഐ നീഡ് ദിസ്, ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു. സോ ഇറ്റ്സ് എ റിമൈൻഡർ ടു നെവർ ഹേർട്ട് യുവർ സെൽഫ്. അപ്പം എനിബഡി, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫ് നിർത്താനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനോ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം ഹിയർ ഫോർ യു. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഞാൻ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ടോക്ക് ടു മീ അബൌട്ട് എനിത്തിങ്. എൻ്റെ അടുത്ത് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഐ എം വെരി ഹെൽപ്ഫുൾ ടു എവറിബഡി ദാറ്റ് ഐ ടോക്ക് ടു. ബിക്കോസ് എനിക്ക് ആരും വിഷമത്തിലൂടെ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ബിക്കോസ് ഐ നോ വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക്. ആൻഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ പേർപ്പസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളെല്ലാവരും ജനിപ്പിച്ചത് ദൈവമാണ്. അപ്പോൾ ദൈവം നിങ്ങളെ വെറുതെ വിടാനല്ലല്ലോ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ ലൈഫ് അവസാനിപ്പിക്കാനല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് ജനിച്ചു വന്നത്. ദർ ഇസ് എ പേർപ്പസ് ഫോർ എവറി സോൾ ഇൻ ദിസ് ലൈഫ്. സോ അതൊക്കെ ആസ്വദിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ. അത് ഒരിക്കലും ഒരാൾക്ക് വേണ്ടി നിങ്ങൾ കളയരുത്. കാരണം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ നിങ്ങളുടെ ലൈഫ് കളയുന്നത്, അവർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സുഖവും സുന്ദരമായിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് ഒരു പ്രശ്നമില്ലാത്ത പോലെ ജീവിച്ചു പോവും. ആർക്ക് പോയെന്ന് വെച്ചാൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സെക്കൻഡറിയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ പോകുന്നത് നിങ്ങൾക്കാണ്. സോ ഡോണ്ട് ഡു ഇറ്റ്. നെവർ ഹേർട്ട് യുവർ സെൽഫ്. ആരുടെ മുന്നിലാണോ നമ്മൾ
വിഷമിച്ചത് അവളുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ യു ഹാവ് എ ലോട്ട് ടു ഡു ഇൻ ലൈഫ്, ലൈക്ക് ട്രാവൽ, എക്സ്പീരിയൻസ്, മീറ്റ് ന്യൂ പീപ്പിൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഒരു ചീള് പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു ചീള് ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഉടനെ ഇത് ചെയ്യരുത്. ഓക്കെ. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ ഹേർട്ടിങ് യുവർ സെൽഫ്, അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇറ്റ് ഡസ് നോട്ട് മീൻ യു ആർ ബ്രോക്കൺ. ആൻഡ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ നോവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെന്നാണ്. ആൻഡ് ഇറ്റ് നെവർ ഡിസേർവ്സ് പണിഷ്മെൻറ്റ്, ഇറ്റ് ഡിസേർവ്സ് കെയർ. ഓക്കെ. ആ പെയിന് അർഹതപ്പെട്ടത് കെയറാണ്, അല്ലാണ്ട് നിങ്ങൾ കൊടുക്കുന്ന സെൽഫ് ഹേർട്ടിങ് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന സംഭവമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇറ്റ് ഡിസേർവ്സ് കെയർ. അത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്യുക. സോ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി എ റിമൈൻഡർ, യു ഓൾ ഡിസേർവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. അപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുക. നെവർ ഹേർട്ട് യുവർ സെൽഫ് ഫോർ എനിബഡി ദാറ്റ് ഇസ് ദെയർ ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. യാ.